അമ്മേ അമ്മേ എന്താടാ? അച്ഛൻ വന്നില്ലേ അമ്മേ? ഉവ്വ്, മോളിലുണ്ടല്ലോ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. എന്താ ഇത്ര ഉത്സാഹം? എന്തുപറ്റി? അതെ, അവസാനം അവൻ ഫ്രോഡാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ, അതിന്റെ സന്തോഷമാ. നീ കാര്യം തെളിച്ചു പറ ശ്രീകാന്തേ. മുത്തശ്ശി, അതെ, അച്ഛനും കൂടി അറിയേണ്ട കാര്യമാ. മുത്തശ്ശിയും കൂടി മുകളിലേക്ക് വാ. എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോഴേ അതിനൊരു ത്രില്ലുള്ളൂ. അച്ഛനെത്തിയല്ലോ. എന്താ കാര്യം? എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അച്ഛാ. പക്ഷേ അമ്മയ്ക്കും മുത്തശ്ശിക്കും സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഉമാമഹേശ്വരൻ നേരിട്ട് കണ്ടെത്തിയ നിങ്ങളുടെ മരുമകനല്ലേ, മുത്തശ്ശിയുടെ പേരക്കുട്ടിയുടെ ഭർത്താവ് വിക്രം. MLA വാസവന്റെ മകനെ അവൻ നടു റോഡിലിട്ട് തല്ലി കൊല്ലാറാക്കി. ഈശ്വര, ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് പറയാൻ പറ്റാതെ ആ ചെറുക്കൻ ICUവിൽ കിടക്കുക. അവനെ ക്രൂരമായി തല്ലിക്കൊല്ലാൻ നോക്കുന്നത് കണ്ട ഒരാളൊഴികെ മറ്റാരും അവനെതിരെ സാക്ഷി പറയാൻ തയ്യാറായിട്ടില്ല. ആ ഒരാൾ ആരാണെന്നറിയോ? എന്റെ പെങ്ങള് വേദ ശങ്കരനാരായണൻ. അവൾക്കത് ചെയ്യാൻ തോന്നിയതിന് ഈശ്വരനോട് നന്ദി പറയാ ഇപ്പൊ ചെയ്യേണ്ടത്. ഇപ്പോഴാണ് അവള് ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകളായത്. എന്റെ പെങ്ങളാണ് അവളെന്ന് പറയാൻ എനിക്കിപ്പോ അഭിമാനമുണ്ട്. എന്താ ശരിക്കും ഉണ്ടായത്? ഫോൺ വിളിച്ച് അന്വേഷിക്കേ. പക്ഷേ അവള് ചെയ്തത് തെറ്റാണെന്നും അത് മാറ്റി പറയണമെന്നും അവളെ ഉപദേശിക്കാൻ നിൽക്കരുത്. അച്ഛനത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഏതായാലും എല്ലാവരും കൂടി അവനെ സ്പോട്ട് ചെയ്യാൻ തീരുമാനിച്ചല്ലോ. അവന്റെ തനി നിറം അവൻ തന്നെ കാണിച്ചു തന്നു. അത് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇനിയെങ്കിലും അവളോട് ആ ബന്ധം ഉപേക്ഷിച്ചിറങ്ങി പോരാൻ പറയണം. പാടി. അമ്മേ, ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ അമ്മേ കാര്യം? അല്ലാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ശ്രീജ? കാല് പിടിച്ച് പറയുന്നത് പോലെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതല്ലേ? അവള് കേട്ടോ? ഇല്ലല്ലോ. ഇത്രയും കാലം അവളെ നോക്കുപോലും ചെയ്യാതിരുന്ന മാഷിന് ഇപ്പൊ അവള് വലിയ ധർമ്മിഷ്ഠയായി. ഞാൻ അവളെ സ്വന്തം മകളെ പോലെയല്ലേ നോക്കിയത്? മകളെ പോലെയല്ല, മകള് തന്നെയായിരുന്നു അവൾ അമ്മയ്ക്ക്. ഞങ്ങള് രണ്ടുപേരെയും സ്നേഹിക്കുന്നതിൽ കൂടുതൽ അമ്മ അവളെ സ്നേഹിച്ചിട്ടുമുണ്ട്. നന്ദിനി, അല്ല, അതിലെനിക്കോ ശ്രീചേച്ചിക്കോ വിഷമം ഉണ്ടായിട്ടല്ല. പക്ഷേ എന്താ ഇത്? ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനൊരു ചതി ഈ കുടുംബത്തോട് ചെയ്യില്ല, അതുറപ്പാ. ഇത്രയും 100 രൂപ. ദേ, ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള വരവാൻ തോന്നുന്നു. ഞാൻ നോക്കട്ടെ. നന്ദിനി, നിക്ക്. സാക്ഷിമൊഴി ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള വരവായിരിക്കും. അതെ, അതിനാണല്ലോ പോയത്. നീ ആരാടി, വലിയ സത്യവതിയോ? ആരായാലും നന്ദിനി എടുത്തിയോളം മോശക്കാരിയല്ല. പോരെ? എന്റെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്താലേ ഞാനിങ്ങനെ പോലീസിന് ഒറ്റ കൊടുക്കുകയല്ല ചെയ്യുക. അതെ, അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു ന്യായാധിപൻ വളർത്തിയ കുട്ടി ആയതുകൊണ്ടാവും എനിക്കിത്തിരി നീതിബോധം കൂടുതലാണെന്ന് കൂട്ടിക്കും.
എന്നിട്ടാണല്ലോ നീതിബോധമുള്ള നിന്റെ അച്ഛൻ വളർത്തിയ നിന്റെ സഹോദരനും ഭാര്യയും കൂടെ അവനെ കൊല്ലാൻ നടക്കുന്നത്. ആ അക്കാര്യം വിട്. നിന്റെ ഉള്ളിലുള്ള അജണ്ടയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഒരു അജണ്ടയും ഇല്ല നന്ദിനിയെടുത്തി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം, അതാരായാലും. പിന്നെ ചില സമയത്ത് ശിക്ഷ അനുഭവിക്കുന്നതാണ് സ്വതന്ത്രമായി നടക്കുന്നതിനേക്കാൾ നല്ലത്. അത് മനസ്സിലാക്കാൻ നന്ദിനിയെടുത്തിയുടെ ബുദ്ധി പോരാന്ന് മാത്രം. എനിക്ക് ബുദ്ധിയില്ല, സമ്മതിച്ചു. പക്ഷെ ഈ വീട്ടിൽ വന്നു കയറി ഇവിടുത്തെ പെണ്ണുങ്ങളില് നിനക്കാണ് ഏറ്റവും ബുദ്ധിയും കഴിവും സ്നേഹവും എന്നും പറഞ്ഞേ നിന്നെ തലേ കയറ്റി വെച്ച് നടക്കുന്ന ഒരാളുണ്ട്, അമ്മ. ഈ ന്യായമൊക്കെ നീ അവരുടെ അടുത്ത് നിന്നൊന്ന് ബോധ്യപ്പെടുത്തും. ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള വരവാ. അമ്മേ, നിന്നെ എങ്ങനെയും പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ ഗുണ്ടകൾ ഈ വീട്ടിൽ വന്നപ്പോ അവരെ തല്ലി ഓടിച്ച് നിന്റെ കയ്യും പിടിച്ച് ആദ്യമായി അകത്തേക്ക് കയറ്റിയതേ അമ്മയാ. ആ അമ്മയാ ഇപ്പൊ നിനക്ക് നേരെ വാതിലടച്ചത്. ഇനി ആ അമ്മ തന്നെ നിന്നെ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളും, നോക്കിക്കോ. സാബു സാറാണെന്ന് തോന്നുന്നു. സാർ ലീവിലല്ലേ? ഈ സമയത്ത് വരണമെങ്കിൽ എന്തോ പണിയാണല്ലോ. എന്താണോ സീയില്ലേ? ഇല്ല സാറേ. വനിതാ പോലീസ് ആരാ ഉള്ളത്? ഞാനാ സാറേ. ആ രാജേശ്വരിയോ? ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിക്കേ. സാറേ അത് പറയുന്നത് കേൾക്കി ജോർജെ. കസ്റ്റഡിയിലിരുന്ന പ്രതി ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങളൊന്നും ശബ്ദം കേട്ട് പുറത്തായിരുന്നു, അത്രേ ഉള്ളൂ. ചെല്ല്. നിങ്ങളോട് പ്രത്യേകം പറയണം. അവരോട് പറയണ്ട, പക്ഷേ എന്നോട് പറയണം. ആരുടെ കൊട്ടേഷൻ കൊണ്ടാ താൻ ഇവിടെ വന്നെന്ന് എനിക്കറിയാം. എന്താണോ താൻ അയാളെ പേടിപ്പിക്കുന്നത്? ഞാൻ പുറത്തു പോയെന്ന് പറഞ്ഞാണോ? അത് താൻ എന്തിനാണ് വന്നെന്ന് അറിയാൻ തന്നെയാണ് കൂട്ടിക്കോ. തന്റെ ലീവ് എന്ന് പറയാ? അടുത്ത ആഴ്ച വരെ. എന്നാ സാബ് പോയി ലീവ് കഴിഞ്ഞു വാ. അതുവരെ സ്റ്റേഷനിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്താ പോകുന്നില്ലേ? സാർ എന്നാ ചെല്ല്. ചെല്ലടോ. സാർ അങ്ങേരെ പറഞ്ഞു വിടലായിരുന്നു. അങ്ങേരെ ഒരു ആഗ്രഹം തീർക്കാൻ വന്നല്ലേ, സമ്മതിക്കായിരുന്നു. ഡാടാ, നിന്റെയൊക്കെ തായം കളിക്ക് നിന്ന് തരാനല്ല ഞാൻ ഈ യൂണിഫോം ഇട്ട് ഇവിടെ നിൽക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത് നിന്നെ കൊണ്ട് നിർത്താൻ പോകുന്നതേ നിന്റെ അമ്മായിയപ്പന്റെ കോടതിയിലേക്കാ. അവിടെ സാക്ഷി പറയുന്നത് നിന്റെ ഭാര്യ. ബാക്കി വിധി നീ അവിടെ വെച്ച് അനുഭവിച്ചു. സർവീസ് കാലത്തെ ഒരു വകുപ്പ് തല അന്വേഷണം നേരിടാൻ എനിക്ക് മനസ്സില്ല. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. മനസ്സിലാടാ? അമ്മ, അമ്മയ്ക്ക് ഇത്തിരി കഞ്ഞി എടുക്കട്ടെ? ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ പട്ടിണി കിടന്ന് മരിച്ചോളാം. അതുകൊണ്ട് ആർക്ക് ചെയ്തൊന്നുമില്ലല്ലോ. വിഷു, എന്താ വിഷു? നീ വിക്രമിനെ കണ്ടോ? കാണാൻ ആ ഇൻസ്പെക്ടർ സമ്മതിച്ചില്ല. നാളെ കോടതിയിൽ ഹാജരാക്കും. വേണമെങ്കിൽ സബ് ജയിലിൽ പോയി കണ്ടോളാൻ.
അമ്മേ, ഞാൻ ചില പോലീസുകാരോട് സംസാരിച്ചു. സാക്ഷി ഇത്ര സ്ട്രോങ് ആയതാണ് കുഴപ്പമെന്നാണ് അവർ പറയുന്നത്. ഇതിനു മുമ്പെല്ലാം വിക്രമിന് കേസിൽ നിന്ന് നടക്കാൻ ശ്രമിച്ച അതേ ആള് എതിരെ സാക്ഷി പറയുന്നത് പ്രോസിക്യൂഷനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കത്രേ. പട്ടാപ്പകൽ നടു റോഡിൽ ഒരാളെ തല്ലിയിട്ടിട്ട് ഒരാൾ മാത്രം കണ്ടു കോടതി വിശ്വസിക്കോ? അതെ, അവനെതിരെ മറ്റാരും സാക്ഷി പറയാൻ വരാത്തത് അവനൊരു കുറ്റം ചെയ്യാത്തോണ്ടാണെന്ന് നമുക്ക് വാദിച്ചൂടെ വിശ്വ? വേദ കള്ളസാക്ഷി പറയുകയാണെന്ന് അപ്പൊ നമുക്ക് കോടതിയിൽ വാദിച്ചൂടെ? അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല നന്ദിനി. അതിനിടയിൽ ആ പയ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കേസ് മാറും. ആ MLA ഒരു പക്ഷേ വധശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നൊക്കെയാ പോലീസുകാർ പറയുന്നത്. എന്താ നീ പറഞ്ഞേ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അമ്മേ. അവരങ്ങനെയൊക്കെ പറയൂ. അമ്മേ, എന്നെ കരയില്ലേ അമ്മേ? കേസ് കോടതിയിൽ വന്നിട്ടുള്ള കാര്യമല്ലേ? നല്ല വക്കീലന്മാരെ നമുക്കും കിട്ടില്ലേ? അവളെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് തന്നെ വിക്രമിനെ ഒരു വഴിക്കാക്കാൻ വേണ്ടിട്ടാ. അത് അവൾ എന്നോട് പലപ്പോഴായി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നവർക്ക് വില പോയില്ലല്ലോ. നീ ഒന്ന് മിണ്ടാതിരി നന്ദിനി. ഇപ്പൊ എന്നെ വെക്കിട്ടേക്കായോ? എന്റെ ശ്രീ ചേച്ചി ബലമായി താലി കെട്ടി കൊണ്ടുവന്നതിന് അവൾ വിക്രമിന്റെ അടുത്ത് പ്രതികാരം ചെയ്യാൻ വന്നതാ. അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ പുന്നാര മോനെ നേർവഴിക്ക് നടത്താൻ വന്നൊന്നുമല്ല. നന്ദിനി, വേദ കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയെന്ന് അതിങ്ങനെ ഉപയോഗിക്കരുത്. അത് ശരി, നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നതാണ് കുഴപ്പം. വെറുതെ അല്ല അവൾ ഇത്ര നടന്ന് തുള്ളുന്നത്. വിശ്വം, ഇനിയിപ്പോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? പോലീസിന് മുന്നിൽ വേദ സാക്ഷി മൊഴി കൊടുത്തിട്ടുള്ളൂ. കോടതിയിൽ അത് മാറ്റി പറയണം. അവളത് ചെയ്യോ വിശ്വട്ടാ? സാക്ഷി കൂറ് മറന്ന ആദ്യത്തെ കേസൊന്നും അല്ലല്ലോ ഇത്. അവൾ അത് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അവളത് ചെയ്യും. ഞാനത് അവളെ കൊണ്ട് ചെയ്യിക്കും. ശ്രീജയ്, അവളിപ്പോ എവിടെയുണ്ട്? വിക്രമിന്റെ മുറിയിലുണ്ടമ്മേ. അവളോട് വേഗം പുറത്തേക്ക് വരാൻ പറ. ഞാൻ വിളിക്കാം. അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. അയ്യോ, അത്രയ്ക്ക് തിടുക്കൊന്നും വേണ്ട. വിക്രമിനെതിരെ മൊഴി കൊടുത്തോണ്ട് നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് മാലയിട്ട് സ്വീകരിക്കാനൊന്നും അല്ല വിളിക്കുന്നത്. വാ വാ, ഞാൻ പറഞ്ഞ ആദ്യ കിടു ചൂടോടെ കൈപ്പറ്റാൻ നോക്ക്. നീ കണ്ടു എന്ന് പറയുന്നത് സത്യമായിരിക്കാം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നീ മൊഴി കൊടുത്തതുമായിരിക്കാം. പക്ഷേ അത് നീ കോടതിയിൽ മാറ്റി പറഞ്ഞേ പറ്റൂ. അവനൊരാളെ തല്ലിക്കൊല്ലാറാക്കി എന്ന് പറയുന്നത് നീ മാത്രം. വേറെ ഒരാളും അത് കണ്ടിട്ട് പോലുമില്ല. അത് അവർ പറയാൻ പേടിച്ചിട്ടാണ്. അല്ല, ന്യായം എന്റെ മകന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട. ഒരു ബന്ധവുമില്ലാത്ത നാട്ടുകാർക്ക് എന്റെ മകന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലായി. അത്രയും പോലും നിനക്ക് മനസ്സിലായില്ല അല്ലേ? അവനോട് പ്രതികാരം വീട്ടാനാ നീ ഈ വീട്ടിൽ വന്നു കയറിയെന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ഇന്നിപ്പോ എനിക്കും തോന്നുന്നു നന്ദിനി പറഞ്ഞതാ ശരിയെന്ന്. അമ്മേ, എനിക്കൊന്നു മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നിനക്ക് കഴിയുവോ ഇല്ലയോന്ന്. അമ്മേ, വിക്രം തെറ്റാണ് ചെയ്തത്. അതിനുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത്. ശിക്ഷ വിധിക്കാൻ നീ ആരാ? നീ പറയുന്ന സാക്ഷി മൊഴിക്ക് അവൻ എന്ത് ശിക്ഷ ലഭിക്കാൻ പോകുന്നെന്ന് നിനക്കറിയോ? എന്റെ മകന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഇരുട്ടറയിലേക്ക് തള്ളിയിട്ടാണോ നീ നീതി നടപ്പാക്കാൻ പോകുന്നത്? വിക്രം ക്രൂരമായി ആക്രമിച്ച ആള് ഇപ്പോഴും ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയാണ്. അതമ്മയ്ക്കറിയോ? അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. അതെ വേദ, അല്ലാതെ വിക്രം അങ്ങനൊന്നും ചെയ്യില്ല. എന്നുവെച്ചാ കാരണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ വിക്രമിന് അധികാരം ഉണ്ടെന്നാണോ? ആശുപത്രിയിൽ കിടക്കുന്ന ആള് തെറ്റ് ചെയ്തു എന്ന് തന്നെ കരുതുക. അയാളെ ശിക്ഷിക്കാൻ അമ്മയുടെ മകനാരാ? ഈ നാട്ടിലെ നിയമങ്ങൾ വിക്രമിന് ബാധകമല്ലെന്ന് ശ്രീചേട്ടത്തി വിശ്വസിക്കുന്നുണ്ടോ? മതി, നീ കൂടുതലൊന്നും പറയണ്ട. ആശുപത്രിയിൽ കിടക്കുന്നവൻ അങ്ങനെ ആയത് വിക്രം തല്ലിയിട്ടാണെന്ന് നിനക്ക് എത്ര ഉറപ്പ്? ഞാൻ എന്റെ കണ്ണാലെ കണ്ടതാണ്. മുഖത്ത് കണ്ണ് നിനക്ക് മാത്രമല്ലല്ലോ, നാട്ടുകാർക്കും ഇല്ലേ? വിക്രം അവനെ അടിച്ചിട്ടുണ്ടാവാം, ശരി. പക്ഷേ അവൻ ഇങ്ങനെ ആയത് വേറെ ആരെങ്കിലും ആക്രമിച്ചിട്ടാണെങ്കിലോ? സത്യത്തിന് ഒരു മുഖം മാത്രമല്ല ഉള്ളത്, പല മുഖങ്ങളും ഉണ്ട്. അത് തെളിയിക്കാൻ ഇവിടെ കോടതിയും ഉണ്ട്. നന്ദിനി കോടതി പോയി വാദിക്കേ. സത്യത്തിന് പല മുഖങ്ങളില്ല നന്ദിനി.
ഒരു മുഖേ ഉള്ളൂ. സത്യം പലതാണെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടാവാം, പക്ഷേ അതൊന്നേ ഉള്ളൂ. വേദയുടെ ഇപ്പോഴത്തെ നിലപാടാണ് സത്യം. ആര് പറഞ്ഞാലും നീ നിന്റെ മനസ്സ് മാറ്റരുത് കൂടി. ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. പക്ഷേ ഞാൻ എല്ലാവരോടുമായ ഒരു കാര്യം പറയാം. വേദയ്ക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. അവളുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനോ മറ്റെന്തെങ്കിലും ചെയ്യാൻ അവളെ നിർബന്ധിക്കാനോ ആർക്കും അവകാശമില്ല. ഈ വിഷയത്തിൽ ഇനി ഇവിടെ ഒരു ചർച്ച വേണ്ട. നിന്റെ മകന്റെ വൃത്തികേടിന് കൊടുത്ത പണിക്ക് അവനകത്ത് കിടക്കാതെ ഞാൻ നോക്കിക്കോളാം. അതിന് നീ മുതിർന്നാൽ പിന്നെ അവനെ പുതച്ചുമുടിയെ പുറത്തേക്ക് എടുക്കാനാവും. അത് പറഞ്ഞില്ലെന്ന് വേണ്ട. വിക്രമിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ സാക്ഷി പറയുന്നത്. എന്താ അവനിനി ആ കൈ അനക്കാൻ പറ്റില്ല. കരഞ്ഞു തളർന്ന് ഈ ഭക്ഷണം കഴിക്കാതെ തുടങ്ങിയ ഒരു രാത്രി ഓർമ്മയുണ്ടോ നിനക്ക്?